ഓക്കെ. ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ കാത്തിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കാത്തിരുന്ന ഡ്രഗ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡ്രഗ് റിസൾട്ട് കിട്ടി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ കുറേ ആൾക്കാർ ഓപ്പൺ ചാലഞ്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുറത്ത്. ആരാ നിങ്ങൾക്കറിയാം, ഞാൻ പറയണ്ടല്ലോ. ഓപ്പൺ ചാലഞ്ച് വെച്ചവരൊന്നും ഇപ്പോൾ എവിടെയാണെന്നോ എന്താണെന്നോ ആയിരിക്കും അറിയില്ല. അവരൊക്കെ ഏതോ കുന്നിൻ്റെയോ മലൻ്റെയോ മുകളിൽ പോയി ഒളിച്ച് നിൽക്കായിരിക്കും. അപ്പോൾ ഈ ചാലഞ്ച് ഞാനിതിൻ്റെ പേരിൽ കുറേ മാനസികമായി കുറേ രീതിയിൽ ബുദ്ധിമുട്ടിയതാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്, ഞാൻ ചെയ്ത കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്തതാണ്. എത്ര വർഷം മുമ്പാന്നുള്ള കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷവും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ആരോപണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇത് കൊടുക്കാറുണ്ടെന്നും അത് അവിടെ ഞാൻ ഇതിൻ്റെ സപ്ലൈ ഉണ്ടെന്നൊക്കെ. അത് ചിന്തിച്ചാൽ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവും. 3 വർഷമായിട്ട് അവിടെ നിൽക്കുന്ന ഇവനാണല്ലോ ടോപ്പിൽ നിൽക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇവനാണ് മൊത്തം കാര്യങ്ങൾ, ഇവനും റാംബോ ആണെന്ന് തീരുമാനിക്കുന്ന ആളാണ്. അപ്പം ഞാൻ 3 വർഷത്തോളം അല്ലെങ്കിൽ ഇത്രയും കാലത്തോളം, 1 വർഷം 1.5 വർഷത്തോളം ഇവർക്കിത് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവരെന്താ അപ്പോൾ കണ്ണില്ലാത്ത ആൾക്കാരാണോ, അല്ലെങ്കിൽ ഇവർക്കിത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണോ? അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അത്തരം കാര്യങ്ങളെല്ലാം പൊളിഞ്ഞതാണ്. ഇതെല്ലാം ആരാ കൊടുക്കുന്നതെന്നും ആരാ ഇതാക്കുന്നതെന്നുള്ള കാര്യങ്ങളിൽ ഞാൻ തുറന്നു പറഞ്ഞതാണ്. അതെല്ലാം എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങളുമാണ്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഡ്രഗ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഡ്രഗ് റിസൾട്ട് കിട്ടി. അതിൻ്റെ ഒരു കോപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ഞാൻ പറയുന്നതിൽ കള്ളമുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ഇതാക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾക്കോ ഞാനിത് അയച്ചു കൊടുക്കാം. ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറോ, സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർക്കോ സീക്രട്ട് ഏജൻറ്റോ വാട്ടവർ, നിങ്ങൾ ആരെയാണോ പറയുന്നത് അവർക്ക് ഞാൻ ഇത് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഓക്കെ. ഇത് ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇതാണെന്നല്ലാണ്ട് ഞാൻ ഇതൊന്നും കാണിക്കില്ല. ലൊക്കേഷൻ ലീക്ക് ആകുന്നതുകൊണ്ട് ഞാൻ ഒന്ന് മറച്ചു പിടിക്കുന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമാണ്. ഓക്കെ. ലൊക്കേഷൻ ലീക്ക് ആകുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മറച്ചു പിടിക്കുന്നത്. അപ്പോൾ ഇത് ഇമെയിലായിട്ടോ ഇനി PDF ആയിട്ടോ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ഇതിൽ ഡൗട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അവർക്കിത് അയച്ചു തരാം. ഓക്കെ. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ യൂറിൻ ടെസ്റ്റാണ് നടത്തിയിട്ടുള്ളത്. യൂറിൻ ടെസ്റ്റിൽ 2 ആഴ്ച 3 ആഴ്ച വരെ ഉള്ളത് എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്. ബ്ലഡ് ടെസ്റ്റ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അതിന് സമയമെടുക്കും, ഇനിയും സമയമെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ലാഗാവും. അപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് പെട്ടെന്ന് തെളിയിക്കേണ്ടതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ യൂറിൻ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ പറയുന്ന സ്ഥലത്ത്, നിങ്ങൾ പറയുന്ന ലൊക്കേഷനിൽ, നിങ്ങൾ പറയുന്ന രീതിക്ക് ഏതൊക്കെ ടെസ്റ്റ് വേണമെന്നുള്ളത് ഞാൻ ഈ പറയുന്ന പോലെ പോയിട്ട് എടുക്കാം. ഓക്കെ. ബ്ലഡ് ടെസ്റ്റ് വേണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ, അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. സാധാരണ 2 ഇതാ വരുത്ത്, 2 എണ്ണാന്ന് അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ 2 ടെസ്റ്റുകളാണ് വരുത്ത്. 6 പാനലും പിന്നെ 12 പാനലും. 12 പാനലിലാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തെളിയുക. അല്ലെങ്കിൽ 6 പാനൽ എന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങൾ മാത്രമേ അതിലുണ്ടാവൂ. ഇപ്പം നിക്കോട്ടിൻ, മെത്താംഫെറ്റമിൻ, ഈ പറഞ്ഞ പോലെ കുറേ എന്തൊക്കെ പേരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 6 എണ്ണം മാത്രമേ ഇതിൽ കൊള്ളത്തുള്ളൂ. ഈ 6 പാനലിൽ എടുത്ത് കഴിഞ്ഞാൽ 12 പാനലിൽ എടുത്താൽ 12 എണ്ണത്തിൻ്റെ മനസ്സിലാവും. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 12 എണ്ണത്തിൻ്റെയാണ്. അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. കാരണം ഞാൻ ഇതിൻ്റെ പേരിൽ കുറേ മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ഓപ്പൺ ചാലഞ്ച് പറഞ്ഞവരെല്ലാം ഇപ്പം മുമ്പോട്ടേക്ക് വന്ന് ഇത് ദയവ് ഇതൊന്ന് കാണിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനെ എലിഗേഷൻസ്, കുറേ ഫേക്ക് എലിഗേഷൻസും കുറേ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും, മസാല പുരട്ടിയ ഫസ്റ്റ് തന്നെ ഒരു മസാല പുരട്ടിയ ഒരു വീഡിയോവും ഞാൻ അതിനെക്കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല. പ്രൈവറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ എടുത്ത് അതിന് കുറേ മസാല കഥകളും മലയാളികൾക്ക് ഒക്കുന്ന രീതിക്കുള്ള മസാല കൺവിൻസിങ് രീതികളിൽ പറയുകയും ചെയ്ത് അവരെ ഒരു മസാല സാധനം ഇട്ട് കൊടുത്തപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ അതിൽ വിശ്വസിക്കപ്പെട്ടു. അതങ്ങനെ വരും. അത് ഞാൻ അടക്കാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ മുമ്പത്തെ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും എനിക്ക് വിവരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ അത് ചെയ്യാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു 3-4 പ്രാവശ്യമായി ഞാൻ പറയുന്ന ആ വീഡിയോ എവിടെങ്കിലായിട്ട് ഇടണം, ടെലിഗ്രാമിൽ എവിടെങ്കിലായിട്ടാവുന്ന ഇടണം എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം അതുകൊണ്ടാണ് ഇടാത്തത്. മനസ്സിലായോ? അത് ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഇതാക്കുന്ന കാര്യം
എടുത്ത് വീഡിയോ ആക്കി ഇട്ടു, അങ്ങനെ ഒരു ചെറ്റത്തരം ചെയ്തു. പിന്നെ അതിൽ കുറേ ഫേക്ക് അലിഗേഷൻസ് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്താ ഓപ്പൺ ചാലഞ്ച് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഡ്രഗ് ടെസ്റ്റ് നടത്തണം എന്ന് പറയുന്നുണ്ട്. ഇതാ ഞാൻ ഡ്രഗ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വീഡിയോൻ്റെ ഞാൻ പറയുന്നുണ്ട്, അത് വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ ഇട്ടിട്ടില്ല. പിന്നെ വേറെ എന്തൊക്കെയാ, ഇതുപോലെ എന്തൊക്കെയോ ഫേക്കായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ. ഞാൻ അവൻ്റെ വണ്ടി കൊണ്ടുപോയിട്ട് വണ്ടി ഞാൻ 2 മാസമായിട്ട് കട്ട് എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല, അതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ ഈ റാംബോ വണ്ടി ഓടിച്ച് സ്റ്റോറി വരെ ഇട്ടിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ, അത് കണ്ടവർക്ക് അത് കത്തും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുറേ. അങ്ങനെ എന്തൊക്കെ ഈ പറഞ്ഞ പോലെ ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻസ്. സോറി, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഇതിൽ ടോണിലുള്ളതാണ്, അതുകൊണ്ട് ഇടക്കിടക്ക് കയറി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻസ് എൻ്റെ പേരിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ എല്ലാവരും കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഇതിന് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. തെഫ്റ്റിൻ്റെ, അതായത് ഈ പറഞ്ഞ എൻ്റെ വണ്ടി കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഓൻ പറഞ്ഞില്ല 2 മാസമായിട്ട് ഞാൻ വണ്ടി കട്ടു എന്ന് പറയുന്നത്. അത് എന്തൊരു ഇതാണ്. കാരണം അതിൻ്റെ ഒരു 2 ആഴ്ച 3 ആഴ്ച മുമ്പ് വരെ ഈ റാംബോ ആ വണ്ടി ഓടിക്കുന്നതും അവൻ്റെ ലൈവിലടക്കം വേറെ അവൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ ലൈവിലൊക്കെ കാണുന്നുണ്ട് ആ വണ്ടി അവിടെ അവർ ഓടിക്കുന്നതും അവരതിൽ പോകുന്നതും ഒക്കെ. തിരുവനന്തപുരത്ത് വണ്ടി കണ്ടവരുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഒരാഴ്ച മുമ്പ് വരെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണിത് ഞാൻ കട്ടു എന്ന് പറയില്ലേ ആ വണ്ടി? അതെന്തൊരു പച്ചക്കള്ളം, അതായത് പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ മുമ്പിൽ പിടിച്ചിരിക്കാനാണ് മൂപ്പര് ശ്രമിച്ചത്. പക്ഷേ ഇപ്പം നെട്ടോട്ടോടെയാണ്. കാരണം ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലൊക്കെ പോയിട്ട് എന്തോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല അത് പോലീസുകാർ പോലും വീഡിയോ എടുത്തത് അറിഞ്ഞതെന്ന്. ഒന്നുകിൽ പോലീസുകാരോട് 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അതിനുള്ള ചാൻസ് ഇല്ല. കാരണം പോലീസുകാർ കണ്ടിനെങ്കിൽ അപ്പാട് പിടിച്ച് തൂക്കിയെടുത്ത് അകത്ത് ഇടുമായിരുന്നു. അതുകൊണ്ട് പോലീസുകാർ കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഇങ്ങനെ എന്താ പറയുക, സ്റ്റേഷൻ്റെ പുറത്ത് നിന്ന് പെട്ടെന്ന് ക്യാമറ ഉണക്കി ഞാൻ കാറിലേക്ക് പോയെന്ന്, കാറിൽ നിന്ന് ഞാൻ പറയാമെന്നും പറഞ്ഞ് മൂപ്പര് കാറിൽ പോയിട്ടാണ് ബാക്കി കഥകൾ പറയുന്നത്. അപ്പോൾ പിന്നെ കാണൂലല്ലോ. അതൊക്കെ പൊളിഞ്ഞു. അങ്ങനെ ഏതോ മലൻ്റെ മുകളിലോ കുന്നിൻ്റെ മുകളിലോ ഓടിയിട്ടുണ്ട്. അതിനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ എന്തെങ്കിലും പുതിയ സ്റ്റോറിയും കൊണ്ട് വരുമായിരിക്കും. അത് വരട്ടെ, അപ്പോൾ നോക്കാം. അപ്പോൾ എൻ്റെ പേരിൽ കുറേ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആകെ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പേരിൽ കൊടുത്തോ, ജാസീൻ്റെ പേരിലും കൊടുത്തോ, ആ മമ്മൂന്നും പിന്നെ ഈ പറഞ്ഞ അസ്പാക്കെന്നും പറയുന്ന അവരുടെ പേരിലുള്ള കേസുകളൊന്നും ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കേട്ടിരുന്നില്ല. മനസ്സിലാവും, അതൊന്നും പറ്റൂല, മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് കുറേ ഈഗോ തരത്തിലുള്ള കുറേ വർത്തമാനങ്ങളാണ് സംസാരിച്ചത്. ഇങ്ങനെയൊക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങളെല്ലാം ജയിലിൽ കയറ്റുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഡി ജി പിക്ക് ഞാനൊരു ഇത് അയച്ചു. എന്താ ഈ പറഞ്ഞ എൻ്റെ വീഡിയോ ലീക്കാക്കി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അയച്ചു. പിന്നെ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന എന്ന് പറഞ്ഞിട്ട് മൂപ്പരിക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലായിരിക്കാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അറസ്റ്റ് കാര്യങ്ങൾ പുറപ്പെടുവിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പം ന്യൂസിൽ വന്നത്. പിന്നെ ഞാൻ ഒരു തെഫ്റ്റിൻ്റെ കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെയും കുറേ അലിഗേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ പേരിൽ ഞാൻ ഇനിയിപ്പോൾ കേസുമായിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ്. കാരണം നമ്മൾ കുറച്ച് ഈ ഡൗൺ ആയ സമയം കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ വിട്ടുപോയി. എനിക്ക് കുറേ കോപ്പിറൈറ്റ് അടിച്ചു തന്നു. പിന്നെ അതായത് അവൻ തന്നെ പറഞ്ഞ പാട്ടുകൾ ഞാൻ റിയാക്ട് ചെയ്തതിന് പിന്നീട് അവൻ തന്നെ അത് കരുവാക്കിയെടുത്തു. കുറേ കോപ്പിറൈറ്റ് അടിച്ചു തന്ന് ചാനൽ പൂട്ടിച്ചു. അതിൻ്റെ ഇപ്പോൾ പിന്നെ ഞാൻ അവൻ്റെ ചാനൽ പൂട്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു വിഷയം, എൻ്റെ ഉമ്മ സത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം എനിക്ക് ഈ പറഞ്ഞ എനിക്ക് സ്ട്രീം ചെയ്യാൻ പോലും എനിക്ക് മര്യാദയ്ക്ക് അറിയില്ല. എനിക്ക് ഈ സ്റ്റാർട്ട് സ്ട്രീമിങ്ങും ബാക്കി അതിൻ്റെ പരിപാടികൾ അറിയാമെന്നല്ലാണ്ട് ഞാൻ ഇതിന് ഹെൽപ്പിന് ഞാൻ ആൾക്കാരെ വിളിക്കില്ല. ഇത് അറിയുന്ന സ്ട്രീം ചെയ്യുന്ന ചെറിയ സ്ട്രീമേഴ്സ് ഉണ്ടാവും. ഇവരാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരുന്നത് ഇവരാണ്. അല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിവില്ല. അത് എൻ്റെ ഇത്രയും കാലത്തെ ലൈവ് കണ്ടവർക്കും ഏകദേശം അറിയുണ്ടാവും. എനിക്ക് ഈ ക്യാമറ ഓണാക്കി മൈക്ക് വെച്ച് വീഡിയോ എടുക്കാൻ അറിയാം, ലൈവ് ചെയ്യാൻ അറിയാം. അതിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ അങ്ങോട്ടേക്കുള്ള ടെക്നിക്കലായിട്ടുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ അറിയില്ല. അപ്പോൾ ഞാനാണ് ഈ പറഞ്ഞ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം പൂട്ടിച്ചെന്ന് പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാം ഒന്നുകിൽ അവൻ തന്നെ ഓഫാക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മാസ് റിപ്പോർട്ടായിട്ട് ഇതാക്കിയിരിക്കും. പിന്നെ അവൻ്റെ ഇപ്പോൾ എന്തോ യൂട്യൂബ് ചാനൽ എന്തോ പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ കിക്കിൽ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ പോയിന്ന്. അതിനും ഞാൻ യാതൊരു തരത്തിലും ഞാൻ ഉത്തരവാദിയല്ല. മനസ്സിലായോ? ഓൻ എൻ്റെ ചാനൽ പൂട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളടക്കം എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇവിടെ വേണമെങ്കിൽ കാണിക്കാം. പക്ഷേ അവൻ്റെ ചാനൽ 1 മില്യൻ്റെ മുകളിൽ എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. അത് ഞാൻ ഇന്നേ വരെ ഞാൻ പൂട്ടിക്കാൻ വേണ്ടി ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടുമില്ല. ഈ പറഞ്ഞ പോലെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല.
ഞാൻ ഒന്ന് എന്താ പറയുക നോക്കിയിരുന്നു. അത് എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങോട്ട് കോപ്പി റൈറ്റ് തന്നുകൊണ്ട് ഞാൻ അങ്ങോട്ടൊരു ഇതിൻ്റെ യൂട്യൂബിൻ്റെ ഒരു ടേംസ് ഉണ്ട്, ആ വേ ഞാൻ നോക്കിയിരുന്നു ഇമെയിൽ അയച്ചിട്ടുള്ള ഒരു സംഭവം. അല്ലാതെ ഞാൻ പൂട്ടിക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, അള്ള ഇതാക്കിയ പോലെ തന്നെ അവൻ്റെ യൂട്യൂബ് ചാനലും അടിച്ചു പോയി. അതിലെനിക്ക് വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയൊരു വിഷമമുണ്ട്. കാരണം അത്രയും ഒരാൾ കഷ്ടപ്പെട്ട് ഇതാക്കിയെടുത്തൊരു ചാനലാണ്. പക്ഷേ മാസ് റിപ്പോർട്ട് കാരണമായിരിക്കും അത് പോയി എന്നാണ് പറയുന്നത്. അതും എൻ്റെ തലയിലേക്ക് ഇടരുത്. ഓൻ ഇങ്ങോട്ട് ചെയ്ത ക്രൂരതക്ക് അള്ള കൊടുത്തു എന്നേ എനിക്ക് അതിൽ തോന്നുള്ളൂ, അല്ലാണ്ട് വേറൊന്നും എനിക്ക് അതിൽ പറയാനില്ല. ഓക്കെ, നമുക്കിനി വിഷയത്തിലേക്ക് വരാം. ഞാൻ 2 കോപ്പി എടുത്തിട്ടുണ്ട്. ആർക്കാ എങ്ങനെയെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇമെയിലായിട്ടോ അല്ലെങ്കിൽ PDF ആയിട്ടോ ഇനിയിപ്പോൾ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ സീക്രട്ട് ഏജൻറ്റിനോ ആയിരിക്കാമെന്ന് വെച്ചാൽ അയച്ചുതരാം. അപ്പോൾ അവർ ഇതായിക്കോ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഞാൻ ലൊക്കേഷൻ കാണിക്കില്ല, കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒളിവിലാണ്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ മറ്റേ വീഡിയോയിൽ ഞാൻ ഒരു അബദ്ധത്തിൽ പറഞ്ഞു പോയത്, അത് മൊത്തത്തിൽ ട്രോളും പരിപാടിയിലായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഞാൻ മറച്ചു പിടിക്കുന്നു, ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ കാണിക്കാം. ലൊക്കേഷൻ മാത്രം ഞാൻ ഒന്ന് മറച്ചു പിടിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ലൊക്കേഷൻ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ ഒന്നാമത് മഞ്ചേരിയിലും ഇങ്ങനെ കുറച്ച് സ്റ്റേഷൻസ്, ഇതിനെക്കുറിച്ചൊന്നും അധികം പറയാൻ പറ്റില്ല എന്നാണ് വക്കീൽ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. എൻ്റെ പേരിൽ ഇപ്പോൾ കുറച്ച് കേസുകൾ വന്നിട്ടുണ്ട്. ഇവൻ കൊടുത്ത കേസുകളും അല്ലാതെ ഉള്ള രീതിയിലുള്ള കുറച്ച് കേസുകളും വന്നിട്ടുണ്ട്. അതൊക്കെ പക്ഷേ സത്യം എൻ്റെ ഭാഗത്തായിക്കൊണ്ട് എനിക്കതിൽ പേടിയൊന്നുമില്ല. അത് വാദിക്കേണ്ട പോലെ സത്യം എൻ്റെ കയ്യിൽ തെളിവുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയും, ഈ പറഞ്ഞ പോലെ കേസുകൾ ഉള്ളത് കൊണ്ട് എനിക്ക് പേടിയാണ്. ഈ പറഞ്ഞ പോലെ എന്ന് പറയുന്നത് ഒന്ന് ക്ഷമിക്കണം കേട്ടോ, സോറി. അത് എൻ്റെ നേച്ചർ, ഞങ്ങൾക്ക് സംസാരിക്കുമ്പോൾ അങ്ങനെ വന്നു. ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ട് സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നതല്ല, അതുകൊണ്ട് അങ്ങനെ വരുന്നതാ. ഓക്കെ, അപ്പോൾ ഈ ലൊക്കേഷൻ മാത്രമേ ഞാൻ ഒന്ന് മറച്ചു പിടിക്കുന്നു. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പോലീസിന് ഒറ്റ കൊടുക്കുക അല്ലെങ്കിൽ എന്താ എനിക്ക് അറിയില്ല, എനിക്ക് പേടിയാണ്, എനിക്ക് മൊത്തത്തിൽ പേടിയാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ഈ ലൊക്കേഷൻ ഒന്ന് മറച്ചു പിടിക്കുന്നു. പക്ഷേ ഞാൻ ഇത് ആയിരിക്കാമെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൊക്കേഷൻ ഒന്നും മറക്കാണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ വിട്ടുതരുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് വേണമെങ്കിൽ അവിടെ വന്നിട്ട് അന്വേഷിക്കാം, അല്ലെങ്കിൽ അവരെ വിളിച്ച് അന്വേഷിക്കാം. ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റും. എനിക്കറിയാം ഇത് ഒരു 3 ആഴ്ച വരെ ഉള്ളത് ഇതിൽ കിട്ടുമെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിലേക്കുള്ളത് ബ്ലഡ് ടെസ്റ്റ് നടത്തണമെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ പറയുന്ന പോലെ ഞാനത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മനസ്സിലായോ? ഞാനിങ്ങനെ ഈ ഒരു സംഭവം എൻ്റെ പേരിൽ അലിഗേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു ബോധം എനിക്കുണ്ട്. മനസ്സിലായോ? അല്ലാണ്ട് മറ്റേ കുന്നിൻ്റെയും മലൻ്റെയും പോയിൽ എന്തൊക്കെയോ ബായി തോന്നിയും പറഞ്ഞ ഒരു മസാല ഇതും അടിച്ചിറക്കിയിട്ട് പിന്നെ കുന്നിൻ്റെയും മലൻ്റെയും മുകളിൽ പോയിട്ട് ഒളിച്ച് നിന്നിട്ട് ഉള്ള പരിപാടി ഞങ്ങൾക്ക് അറിയില്ല. എൻ്റെ പേരിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തെളിയിക്കുക തന്നെ ചെയ്യും. അതുപോലെ വന്ന് തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയൊക്കെ പൊളിഞ്ഞ് പാളീസായി പോയാലും കുറച്ചെങ്കിലും ഈ പറഞ്ഞ പോലെ വന്ന് ഒന്ന് തെളിയിക്കാൻ നോക്ക്. കാരണം എന്തെങ്കിലും 1% തെളിയിക്കാനുണ്ടെങ്കിൽ വന്ന് തെളിയിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? ഞാൻ കുറേ നാളായി ഞാൻ പറയുന്നത് മറ്റേ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറേ ചാലഞ്ച് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ എല്ലാ ചാലഞ്ചും എടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യാത്ത ഒരാളപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത് ചെയ്യാത്തതെന്നുള്ളത് ഊഹിച്ചാൽ മതിയാവും. അപ്പോൾ ഓക്കെ, ഞാൻ ലൊക്കേഷൻ മറച്ചു പിടിച്ച് ഞാൻ കാണിക്കാം. ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻ മാത്രമേ ഒന്ന് മറച്ചു പിടിക്കുന്നത്. ഇത് മറ്റേ ഇതായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഫോൺ മറച്ചു പിടിച്ചാലോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മാറ്റിയാലോ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ ലിയോ ലാബ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ലിയോ ലാബ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ഇതാ, സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ സമയങ്ങൾ 18/6 സമയങ്ങൾ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഗവൺമെൻറ് ഓതറൈസ്ഡ് ആണിത്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞതും ഇതിൽ ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതാ നാഷണൽ അക്കാഡമിഷ്യൻ ബോർഡ് ഫോർ ടെസ്റ്റ് ആൻഡ് സർട്ടിഫിക്കേഷൻ എന്നാണ് ഇതിൽ ഉള്ളത്. മനസ്സിലാ? ഇതാണ് അതിൻ്റെ ഒറിജിനൽ. ഇതിൻ്റെ കോപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ആയിരിക്കും വേണമെങ്കിൽ അയച്ചു തരാം, നോ പ്രോബ്ലം. അപ്പോൾ ഇതാ ഡേറ്റും ഇതൊക്കെ കണ്ടല്ലോ. എൻ്റെ പേര് കണ്ടോ, മുഹമ്മദ് ഷമീർ TK. ഇതാ വയസ്സ് 25, സെൽഫ് ഇതാ. ഓക്കെ, ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ഉള്ള ഇത്. മനസ്സിലായോ? ഇതൊക്കെയാണ് ഞാൻ നടത്തിയ ടെസ്റ്റുകൾ. ഇതിൻ്റെ അപ്പുറത്ത് വന്നിട്ടുണ്ട് പേജ്, ഇതിൻ്റെ അപ്പുറത്തൊരു പേജും ഉണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
യൂറിൻ ഫോർ ടോക്സിക്കോളജി 12 ഡ്രഗ് ടെസ്റ്റ്, അതാണ് ഞാൻ ചെയ്തത്. ആംഫെറ്റമൈൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, AMP എന്ന് പറയും, അത് നെഗറ്റീവാണ്, രണ്ടും നെഗറ്റീവാണ്. പിന്നെ ബാർബിറ്റുറോസ് BAR എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എനിക്ക് ഇതിൻ്റെ മെഡിക്കൽ ടേമോ കാര്യങ്ങളൊന്നും അറിയില്ല, ഇതിൽ എഴുതിയത് ഞാൻ അതുപോലെ വായിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് വിവരമുള്ള ആളോടോ ബുദ്ധിയുള്ള ആളോടോ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെ ബെൻസോഡിപൈൻ BSD എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെ കൊക്കൈൻ COC, അതും രണ്ടും നെഗറ്റീവാണ്. മെത്താംഫെറ്റമൈൻ MET രണ്ടും നെഗറ്റീവാണ്. മോർഫിൻ MOR അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെന്താ മെത്താഡോൺ അതും രണ്ടും നെഗറ്റീവാണ്. പെൻസിലിഡൈൻ രണ്ടും നെഗറ്റീവാണ്. പ്രൊപ്പോക്സിപ്പിൻ PPX രണ്ടും നെഗറ്റീവാണ്. ട്രൈസൈക്ലിക്സ് ആൻറ്റി ഡിപ്രസൻസ് TCA അതും രണ്ടും നെഗറ്റീവാണ്. ടെട്രാ ഹൈഡ്രോ കെനിബിനുളോസ് THC ഇതും രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ ഇതിപ്പോൾ എത്ര എണ്ണ ഞാൻ വായിച്ചത്? 1 2 3 4 5 6 7 8 9 10 11 എണ്ണ ഞാൻ ഇപ്പം വായിച്ചുള്ളൂ. ഒന്ന് ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കാം. ഞാൻ ലൊക്കേഷൻ മാത്രം ഒന്ന് മറിച്ച് പിടിക്കട്ടെ. അതും കൂടി ഞാൻ കാണിക്കാം. ഈ പറഞ്ഞ പോലെ ഇതാ ഡോക്ടർ സൈൻ ഉണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ്റ്റസി MDMA അതും രണ്ടും നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എന്താണോ ഓപ്പൺ ചാലഞ്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഞാൻ തെളിയിക്കേണ്ടതല്ല, ഇത് മൂപ്പരാന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ചാലഞ്ച് പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ തെളിയിക്കേണ്ടതാണ്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്ത ഞാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് യൂസ് ചെയ്തതെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. അതിന് ശേഷം ഞാൻ പറഞ്ഞ എൻ്റെ പാഷൻ സ്ട്രീമിംഗ് ആണ്, എൻ്റെ പാഷൻ. ഇതൊരു കരിയറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ഇത്രയും കാര്യങ്ങൾ വന്ന് കാണിക്കുന്നതും ഇതാക്കിയതും എല്ലാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞ അലിഗേഷൻസ് എല്ലാം മൂപ്പര് തന്നെ തെളിയിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലാതെ അത് എനിക്ക് തെളിയിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതെടുത്ത് കാണിക്കാൻ ഞാൻ പറഞ്ഞു. സോ അതില്ലാന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം, അല്ലെങ്കിൽ ഇത്രയും ദിവസത്തിൻ്റെ ഉള്ളിൽ അത് വരേണ്ടതാണ്. സോ ഇനി ഇതല്ലാണ്ട് വേറൊരു കാര്യം ഞാൻ പറയാം. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു സർപ്രൈസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ഡേയ്സും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. ഒരു 3 ഡേയ്സിൻ്റെ ഉള്ളിൽ അത് എന്താണെന്നുള്ളത് വരും. കാരണം അത് നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു പ്രൊജക്റ്റാണത്. എന്താണെന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല. അപ്പോൾ അതൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ആ പ്രൊജക്റ്റ് നമ്മൾ സംസാരത്തിലും കാര്യത്തിലേക്കാണ്. അത് എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വ്ളോഗ് തന്നെ അത് വരുന്നുണ്ട്. ഇതേപോലെ ഇരുന്നിട്ടല്ല, അത് വേറെ കുറച്ച് പരിപാടികളാണ്. അപ്പോൾ അത് കാണിച്ചുകൊണ്ടും അത് അറിയിച്ചുകൊണ്ടും തന്നെ ഒരു വ്ളോഗ് ഞാൻ വരുന്നുണ്ട്. ഈ പറഞ്ഞ സർപ്രൈസ് എന്താണെന്നും എന്താ കാര്യം എന്നുള്ളതും ഞാൻ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ അത് ഇതാവും. എനിക്കറിയില്ല അത് നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമുക്ക് അതിൻ്റെ നടക്കാനുള്ള എല്ലാ പരിപാടികളും വർക്കും കാര്യങ്ങളെല്ലാം ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ രീതികളിലും ഞാൻ അതിൻ്റെ എനിക്കിപ്പോൾ ജീവിതത്തിൽ ആകെയുള്ള ഒരു പിടിവള്ളിയാണത്. അതിനുവേണ്ടി ഞാൻ എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. അതെന്താണെന്നുള്ള ഒരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു എനിക്കൊരു പ്രതിബദ്ധത, ഞാൻ അത്ര വലിയ വാക്കൊന്നും പറയുന്നില്ല. അപ്പോൾ എനിക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു ഉത്തരവാദിത്തം, ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സംഭവങ്ങളും കൊണ്ട് വന്നത്. ഇനി എന്താ ഉള്ളത്, അല്ലെങ്കിൽ ഇനി എന്താ നിങ്ങൾക്ക് തെളിയിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനത് തെളിയിക്കാം. കാരണം ഞാൻ മാനസികമായിട്ട് ഫാമിലിയിൽ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഗൈസ് അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, മനസ്സിലായി. അങ്ങനെ ഞാൻ മെൻ്റലി സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ എനിക്ക് ഈ സത്യം പുറത്ത് വരണം എന്ന് എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് എന്തൊക്കെ ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുമോ അതിനു വേണ്ടി ഞാൻ വരും. അതിനുവേണ്ടി ഞാൻ എവിടെയൊക്കെ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. കാരണം എനിക്കിത് ഓനെക്കാട്ടി കൂടുതൽ എനിക്കിത് തെളിയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ ഫാമിലിയും ഇതൊക്കെ ഞാൻ അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ്. ഈ പറഞ്ഞ പോലെ സ്ട്രീമിൽ പല കോമാളിത്തരങ്ങളും പല കണ്ടന്റിന് വേണ്ടിയിട്ട് പല മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുമെങ്കിൽ പോലും അതെൻ്റെ പ്രൊഫഷനാണ്, അല്ലെങ്കിൽ അതെൻ്റെ ടാലൻറ്റ്, അതെൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അത് എൻ്റെ പേഴ്സണാലിറ്റി അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എൻ്റെ പേഴ്സണാലിറ്റി അതല്ല.
അതെൻ്റെ ജസ്റ്റ് ഈ പറഞ്ഞ എൻ്റെ പ്രൊഫഷനാണ്, എൻ്റെ ആൾക്കാർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനാണ് ഇപ്പം എന്നെ കാണാൻ വരുന്നത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് സീരിയസ് ആയിട്ട് സംസാരിച്ചതിനെ കൊണ്ട് കാര്യമില്ല, മനസ്സിലായി? അവർ എൻ്റർടൈൻമെൻറ്റിനാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി, അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് രീതിക്കുള്ള ഇതും ചെയ്യും. എന്ത് രീതിക്കും മീൻസ് തമാശ രീതിക്ക് ഫണ്ണായിട്ടാണ് അവരും എടുക്കൽ, നമ്മൾ കാണുന്ന നമ്മൾ ഓഡിയൻസിൻ്റെ ഇടയിൽ അത് ഫണ്ണാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു പരിധി വിടാതെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ അത് കണ്ട് നിങ്ങൾ എൻ്റെ പേഴ്സണാലിറ്റി ഒരിക്കലും വിലയിരുത്തരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം, എന്താ പറയുക, ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുത്ത് ലൈവ് ചെയ്ത് ശീലിച്ചുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇങ്ങനെ വ്ളോഗ് എടുത്ത് ഈ പറഞ്ഞ പോലെ അങ്ങനെ വലിയ പ്രിപ്പയർഡ് അല്ല ഞാനിങ്ങനെ വ്ളോഗിൽ ഇതാക്കാൻ വേണ്ടിയിട്ട്. പുറത്തെല്ലാം ഇതാക്കാൻ അല്ലെങ്കിൽ സംസാരിച്ചിട്ടുള്ള വ്ളോഗ് എനിക്ക് അധികം പരിചയമില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനത്തെ പരിപാടികൾ. ഞാൻ കൂടുതൽ ലൈവും ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വ്ളോഗാണെങ്കിൽ പുറത്തൊക്കെ അങ്ങനത്തെ കണ്ടൻസ് ഒക്കെയാണ് ചെയ്യാറ്. അതുകൊണ്ട് എനിക്ക് അധികം കട്ടും എൻ്റെ വ്ളോഗിലൊന്നും അധികം കട്ട് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ലാഗ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കട്ടുകൾ മാത്രമേ ഉണ്ടാവൂ. അല്ലാത്ത ഞാൻ കട്ടുകൾ കൂടുതൽ ഞാൻ ചെയ്യാറില്ല. ലൈവ് ചെയ്ത് ശീലിച്ചുകൊണ്ട് കൂടുതൽ ഇതായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറ്. എന്തോ ഞാൻ പറയാൻ വന്നു വെച്ചാൽ മറന്നുപോയി. അപ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ബാക്കി സർപ്രൈസും കാര്യങ്ങളെല്ലാം ആയിട്ട് 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് കാണാം. അപ്പോൾ ബൈ ഗൈസ്, ബൈ ലവ് യു. അല്ല ഒരു കാര്യം വിട്ടു. ഓക്കെ, അപ്പോൾ അരിയണ്ണന് മിക്കവാറും ഒരു കണ്ടന്റ് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അരിയണ്ണൻ BMW ഷോറൂമിലെല്ലാം പോയി വണ്ടിയൊക്കെ നോക്കി അഡ്വാൻസ് ഒക്കെ കൊടുത്തെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. ഒരുവിധം അഡ്വാൻസ് ഒക്കെ പകുതി പൈസ കൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അരിയണ്ണ ഇത് എന്തായാലും നിങ്ങൾ റിയാക്ട് ചെയ്യുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ, കാണാം ഗൈസ്. ബൈ ലവ് യു.